السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ഉദ്ഘാടകൻ, തിരൂരങ്ങാടി മണ്ഡലം സെക്രട്ടറി, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിന്റെ 1000-ലധികം വരുന്ന ശാഖകളിൽ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും അത്യന്താപേക്ഷിതമായ ഒരു വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടുള്ള കുടുംബ സംഗമങ്ങൾ നടന്നു വരികയാണ്. ഇത്തരമൊരു തലവാചകം അതിന് വെക്കാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. തൗഹീദി സരണിയിൽ കുടുംബത്തോടൊപ്പം എന്ന വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനോട് അടിമകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്നത് പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ എല്ലാം അവർ ലോകത്തോട് സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഏറ്റവും ഉൾക്കാമ്പുള്ള വർത്തമാനം തൗഹീദാണ്. തൗഹീദ് ഇല്ലാതെ മതം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർത്തീകരിക്കുക സാധ്യമല്ല. നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ, നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, സകാത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, മനുഷ്യൻ ചെയ്യുന്ന ഏതൊക്കെ ഖൈറാത്തുകളുണ്ടോ അതെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ അസ്ലിയായി ഉണ്ടാവേണ്ടത് കറകളഞ്ഞ തൗഹീദാണ്.
ആ തൗഹീദില്ലാതെ ഒരു മനുഷ്യൻ എന്ത് അമൽ ചെയ്താലും, അയാൾ ഇസ്ലാമിന്റെ നടുക്കണ്ടമാണെന്ന് പറഞ്ഞാലും, അയാൾ ഇസ്ലാമിലെ അത്യുന്നതനായ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കപ്പെടില്ല എന്നത് ഖുർആൻ നസ്സായി പഠിപ്പിച്ച ആശയമാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചു കൊണ്ടുവന്ന സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അഅ്യുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തത്, പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെട്ടത്, നബിയെ വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക, നിനക്ക് തീർച്ചയായും ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. നിനക്ക് മാത്രമല്ല, വ ഇലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരിലേക്കും, കഴിഞ്ഞുപോയ സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സയ്യിദുനാ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെ വരുന്ന പ്രവാചകന്മാർക്ക് മുഴുവനും അവരോടെല്ലാം ദിവ്യബോധനം നൽകിയിരിക്കുന്ന വിഷയം, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിന്റെ അടുത്തുനിന്നാണ് ശിർക്ക് വരുന്നതെങ്കിൽ, തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനം നിന്റെ അടുത്തുനിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ, നിന്റെ അമലുകളെല്ലാം പൊളിച്ചു പോവുകയും നീ നഷ്ടകാരികളിൽ പെട്ടുപോവുകയും ചെയ്യും എന്ന് ദിവ്യബോധനം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസാസുദ്ദീൻ എന്ന് പറയുന്നത് തൗഹീദാണ്. ഈ തൗഹീദിനെ മനസ്സിലാക്കാതെ ഒരു കുടുംബത്തിനും മുന്നോട്ട് പോവുക സാധ്യമല്ല. ഇത് പ്രചരിപ്പിക്കാതെ, ഇത് കൃത്യമായി തന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഒരു മാതാവും ഒരു പിതാവും അവരുടെ ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്ക്, ഈ ഫാമിലി മീറ്റ് തുടങ്ങിയത് മുതൽ നിങ്ങൾ കേൾക്കുന്ന പ്രഭാഷണങ്ങളിലെല്ലാം ഈ ആയത്ത് അവർ ഉദ്ധരിച്ചിട്ടുണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന വാക്കാണ്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നാറാ ഐ മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അത് എന്റെ ബാധ്യത മാത്രമല്ല. ഞാനെന്ന് പറയപ്പെടുന്ന പിതാവ് രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ ഭാര്യ എന്ന് പറയുന്ന എന്റെ മക്കളുടെ മാതാവ് രക്ഷപ്പെട്ടാലും പോരാ. ഞങ്ങൾ രണ്ടാളുമല്ല, നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും രക്ഷപ്പെടുത്തണം. സന്താനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഡ്യൂട്ടി വാപ്പക്കുണ്ട്, ഉമ്മക്കുണ്ട്. അതവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിഷയം ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അസ്ലില്ലാതെ ഫുറൂഉകൾക്ക് സ്ഥിരതയില്ല. അസ്ല് തൗഹീദാണ്. ഫുറൂഉകൾ, അതിന്റെ നന്മകളെന്ന് വിളിക്കപ്പെടുന്ന നമസ്കാരം, സിക്കാത്ത്, ഹജ്ജ്, നോമ്പ്, അങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങളൊക്കെ ഫുറൂഇയാണ്. അസ്ലിയായി ഉണ്ടാവേണ്ടത് തൗഹീദാണ്. തൗഹീദില്ലാതെ ഫുറൂഉകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടണോ? ഭാര്യയോട് നന്നായി പെരുമാറിയത് കൊണ്ട്, ഭർത്താവ് ഭാര്യയോട് പെരുമാറിയത് കൊണ്ടോ, ഭാര്യ ഭർത്താവിനോട് പെരുമാറിയത് കൊണ്ടോ, നാട്ടുകാരോട് നന്നായി പെരുമാറിയത് കൊണ്ടോ തൗഹീദില്ല എങ്കിൽ ഇതൊന്നും സ്വീകരിക്കപ്പെടില്ല. അസ്ലില്ലാതെ ഫർഉകൾക്ക് നിൽക്കാൻ കഴിയില്ല. ഒരു മരം, അതിന്റെ അസ്ൽ എന്ന് പറയുന്നത് അതിന്റെ തായ്തടിയാണ്. ആ തായ്തടിയില്ലാതെ ഫുറൂഉകളാകുന്ന ചില്ലകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അസ്ൽ പോയാൽ ഫുറൂഉകൾ പോകുമെന്നത് ഔലയാണ്. അത് ഔലയാണ് എന്ന് കൃത്യമായി നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് ഓരോ വാപ്പയും ഓരോ ഉമ്മയും അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ടാവണം. ആ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവണം.
അങ്ങനെ കടമ നിർവഹിച്ചു എന്ന് തനിക്ക് ബോധ്യമുണ്ടാവണം. നിങ്ങൾ നോക്കൂ, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് യാക്കൂബ്? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖിന്റെ മകനാണ് യാക്കൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. ഇന്ന് ചില എക്സ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന യമുക്കൾ, യമുവിന്റെ ഒരു നേതാവ് ഈ അടുത്ത ദിവസങ്ങളിൽ ഖുർആനിൽ ഫലസ്തീൻ എന്ന പേരില്ല, ആകെയുള്ളത് ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ എന്നാണ്. ഇസ്രായേലിനെ കുറിച്ചാണ് ചർച്ച, ഫലസ്തീനിനെ കുറിച്ച് ചർച്ചയില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? എങ്ങനെയാണ് മുസ്ലിങ്ങൾ അതിനെ ആക്ഷേപിക്കുക? എങ്ങനെയാണ് അതിനെ ചോദ്യം ചെയ്യുക? യഥാർത്ഥത്തിൽ അഞ്ജനം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്നൊരു ചൊല്ലുണ്ട്. അതിന് അതേ സമാനമാണ് ഈ എക്സ് മുസ്ലിം എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ. സാധാരണഗതിയിൽ മുസ്ലിയാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലാ തുമ്പ വലാ വാല, വലാ ബോധം വലാ വെളിവ്, ഇതൊന്നുമില്ല, വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയാം. യഥാർത്ഥത്തിൽ ബനു ഇസ്രായീൽ എന്ന് വിളിച്ചത് ആരെയാണ്? അത് യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ട്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമും ബിൻയാമീനും അടങ്ങുന്ന 12 മക്കൾ. ആ 12 മക്കളുടെ പേര് ചേർത്തു പറയുന്നത് ബനു ഇസ്രായീൽ, ഇസ്രായീലിന്റെ സന്തതികൾ എന്നാണ്. ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹിസ്സലാമാണ്. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരകളുടെ പേരാണ് ബനു ഇസ്രായീൽ എന്ന് വിളിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ പേരിനുടമയായ യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹം മരിക്കാൻ പോവുകയാണ്, മരണാശയ്യനായി കിടക്കുകയാണ്. ആ സമയത്ത് തന്റെ മക്കളെ മുഴുവനും അടുത്ത് വിളിച്ചിരുത്തി. തന്റെ മക്കളെ 12 മക്കൾ, ആൺമക്കൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഒരു ഉപ്പ, ആ ഉപ്പ മക്കളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതെന്താ? ഖുർആൻ പറയുന്നു, മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ പൊന്നുമക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾ ആർക്കാണ് ഇബാദത്തെടുക്കുക? ഉപ്പക്ക് അറിയാൻ വേണ്ടിയാണ് 12 മക്കളെയും വളർത്തി വലുതാക്കി ആ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് വിജ്ഞാനങ്ങൾ നുകർന്നു കൊടുത്ത പ്രിയപ്പെട്ട ഉപ്പയായ യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ ചോദ്യമാണ്, മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ ആരെയാണ് എനിക്ക് ശേഷം ആരാധിക്കുക? ആ 12 മക്കളുടെയും മറുപടി, ഖാലൂ നഅബുദു ഇലാഹക. ഓ പ്രിയപ്പെട്ട യാക്കൂബ് തങ്ങളുടെ പിതാവേ, നിങ്ങൾ ഏതൊരു ഇലാഹിനെയാണോ ഇബാദത്തെടുത്തത്, നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണോ ആരാധിച്ചിരുന്നത്, ആ അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങളും ആരാധിക്കുക. ഓരാ വ ഇലാഹ ആബായിക, യാക്കൂബിന്റെ പിതാവായ ഇസ്ഹാഖും ഇസ്ഹാഖിന്റെ പിതാവായ ഇബ്രാഹീമും അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ 2 പ്രവാചകന്മാർ ഏതൊരു ഇലാഹിനെയാണോ ആരാധിച്ചത്, ആ ഇലാഹിനെ തന്നെ ഞങ്ങളും ആരാധിക്കുമുപ്പ. മക്കളുടെ മറുപടിയാണ്. എന്ന് പറഞ്ഞാൽ താൻ ഉയർത്തിപ്പിടിച്ച തൗഹീദിന്റെ ധ്വജവാഹകരായി തന്റെ മക്കൾ ഉണ്ടാകുമെന്ന സന്തോഷത്താൽ ഈ ലോകത്തോട് വിട പറയാൻ കഴിയണം ഒരു ഉപ്പയ്ക്ക്. സാധാരണ ഞാന് ഈ ഫാമിലി മീറ്റിലൊക്കെ പറയാറുണ്ട്, മുജാഹിദുകളിൽ കുറെ അധികം ആളുകൾ അബുത്തറുകളാണ്. എന്താണ് അബുത്തർ എന്ന് പറഞ്ഞാൽ? എന്താണ് അബുത്തർ എന്ന് പറഞ്ഞാൽ? എന്താണ് അബുത്തർ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ മുണ്ടാത്ത് തിരൂരങ്ങാടിക്കാരല്ലേ, ലേണിംഗ് ക്ലാസ് ഒന്നും പങ്കെടുക്കില്ല. വാലറ്റവൻ എന്നർത്ഥം. അബുത്തർ എന്ന് പറഞ്ഞാൽ വാലറ്റവൻ. എന്താണ് ഈ വാലറ്റവൻ എന്ന് പറഞ്ഞാൽ? ആൺമക്കളില്ലാത്തവൻ എന്ന അർത്ഥത്തിനാണ് ഖുറൈശികൾ അത് ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അതുകൊണ്ടാണ് ആളുകൾ പ്രവാചകനെ കളിയാക്കിയതുണ്ട് അബുത്തറാണ്.
യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞത് മുഹമ്മദ് നബി അബ്തറല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്തറല്ല എന്ന് പറഞ്ഞാൽ ഹിസ്സിയായി അല്ല, മഅനവിയായും അല്ല, രണ്ട് രൂപത്തിലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ പരമ്പര ഉണ്ടാക്കൽ, പുത്ര പരമ്പര ഉണ്ടാക്കൽ ആയിരുന്നില്ല പ്രവാചകന്റെ ലക്ഷ്യം. അവിടുത്തെ ലക്ഷ്യം റിസാലത്താണ്. ആ റിസാലത്ത് അബ്തറല്ല. ആ റിസാലത്ത് കാതങ്ങൾ സഞ്ചരിച്ച് 1400 വർഷങ്ങൾക്കിപ്പുറം, 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഭൂമിയിൽ മനുഷ്യവാസമുള്ളയിടത്തെല്ലാം കൃത്യമായി പഠിപ്പിക്കപ്പെടുകയും കൃത്യമായി ഉൾക്കൊള്ളപ്പെടുകയും ചെയ്യുന്ന നേതാവ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ചില മനുഷ്യന്മാർക്ക് ചില സമയത്തുണ്ട് ചില പിരാന്ത്. ആ പിരാന്തിന് ചികിത്സയൊക്കെ ഉണ്ട്. പക്ഷെ ആ ചികിത്സ നാട്ടുകാർ കൊടുക്കേണ്ടതാണ്. ആരോ ഒരാൾ ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ഒരു പ്ലാക്കാർഡ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോഴേക്ക് ചില ആളുകൾക്ക് വല്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ ദൗത്യത്തെ, അവിടുത്തെ റിസാലത്തിനെ അടുത്തറിഞ്ഞ ആളുകൾക്ക് പ്രവാചകനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു മുസ്ലിമീങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല. മുസ്ലിമീങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ എന്ന് മാത്രമല്ല, ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും അടുത്തറിയുമ്പോഴാണ് ആ പ്രവാചകനോട് ഇഷ്ടം കൂടുക. അതെല്ലാവർക്കും അതുണ്ടാകും. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും പ്രത്യേകമായ വൈരാഗ്യം പുലർത്തുന്ന സംഘപരിവാറുകൾക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല. ആ ചൊറിച്ചിൽ എന്തായാലും നാട്ടുകാര്, ആ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ആ ചൊറിച്ചിൽ തീർക്കുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്തറല്ല. കാരണം പ്രവാചകൻ കാണിച്ചു കൊടുത്ത ആശയം ഈ കാലഘട്ടത്തിലും നിലനിൽക്കും എന്ന് ഞാൻ പറഞ്ഞു വന്നത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വാപ്പ വളരെ സജീവമായ KNM-ന്റെ പ്രവർത്തകനാണ്. ശക്തമായി ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശക്തമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം ആ കൊടി പിടിക്കാൻ പ്രാപ്തനായ ഒരു മകൻ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനായി ഉണ്ടോ? അതുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. യാക്കൂബ് നബിക്ക് സന്തോഷം വന്നതുപോലെ നമുക്ക് സന്തോഷിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വാപ്പ എന്ന കടമ നിർവഹിച്ചിട്ടില്ല എന്നീ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടി വരും. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം MGM-ന്റെ പ്രവർത്തകയാണവർ. നാട്ടിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും മുജാഹിദ് വനിതാ വിങ്ങിന്റെ പ്രവർത്തകയായി ജീവിക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മ മരിക്കുമ്പോൾ, മരിക്കുന്നതിന് ശേഷം ആ ഉമ്മയുടെ ആശയങ്ങളെ, ആദർശങ്ങളെ ഉമ്മ കൊണ്ടു നടന്നതുപോലെ കൊണ്ടു നടക്കാൻ ആ ഉമ്മ പ്രസവിച്ച് അമ്മിഞ്ഞപ്പാല് കൊടുത്തു വളർത്തി. അങ്ങനെ വളർത്തി വലുതാക്കിയ മകൾ ആ ഉമ്മയ്ക്ക് പിൻഗാമിയായി കിട്ടില്ലെങ്കിൽ ആ ഉമ്മയുടെ പ്രവൃത്തി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടി വരും. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം ഈ സന്ദർഭത്തിൽ സ്മരണീയം. എന്താണത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, എല്ലാവരും ഭരണകർത്താക്കളാണ്. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരുടെയും ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ വാപ്പ ചോദ്യം ചെയ്യപ്പെടും, ഉമ്മ ചോദ്യം ചെയ്യപ്പെടും. ആരെക്കുറിച്ചാണ് ആ ഉമ്മയോട് ചോദിക്കുക? ആരെക്കുറിച്ചാണ് ആ വാപ്പയോടും ചോദിക്കുക? അവരുടെ മക്കളെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് എങ്ങനെയാണ് അവരെ വളർത്തിയത്?
അവർക്ക് കൊടുക്കേണ്ട പ്രാഥമികമായി കൊടുക്കേണ്ടത് കൊടുത്തോ? എന്താ പ്രാഥമികമായി കൊടുക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചർച്ച എന്താ നിങ്ങള്? ആ കുട്ടിക്ക് ഭക്ഷണം, വസ്ത്രം, അതൊന്നും നിങ്ങളും കൊടുത്തില്ലെങ്കിൽ ഇവിടെ എത്തിക്കാനേ അത് കൊടുക്കും. ഇനി ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കൊടുക്കേണ്ട അവ്വൽ ശൈ എന്താ? അത് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കുട്ടിക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്, വിവരം തന്റെ റബ്ബിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു വാപ്പക്ക് കഴിഞ്ഞിട്ടുണ്ടോ, ഉമ്മക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിരന്തരം ആ മക്കളെ തർബിയത്ത് ചെയ്തു കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥനയോടെ കൊണ്ടുപോവുക. നിങ്ങൾ നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി തൗഹീദിന്റെ ധ്വജവാഹകനാണ്. ആസർ എന്ന വിഗ്രഹ വ്യാപാരിയുടെ വീട്ടിൽ വളരുന്ന പൊന്നുമോൻ ചെറിയ പ്രായത്തിൽ തന്നെ തൗഹീദിന്റെ പ്രഖ്യാപനവുമായി ഇറാഖിലെ ബാബിലോണിയയിലും പിന്നീട് തൊട്ടടുത്ത പ്രദേശങ്ങളിലും ശക്തമായി പ്രബോധനം നടത്തിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി തനിക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നു. 13 മക്കൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടാകുകയാണ്. അതിൽ ഒന്നാമത്തെ ആൾ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ മാതാവായ ഹാജറിനെയും, ഈ രണ്ടുപേരെയും കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത്, അതേ ഒരു മനുഷ്യനും താമസിക്കാത്ത ഒരു തരത്തിലുള്ള ജീവിത സൗകര്യങ്ങളുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. അവിടെ പേടി വരാം, ഭയാശങ്കകൾ വരാം, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല, ആ നാടിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന. ഈ സന്ദർഭത്തിൽ ഉമ്മമാരോടും ഉപ്പമാരോടും ഞാൻ പറയുകയാണ്, ഈ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആ പ്രാർത്ഥന നിരന്തരമായി വാപ്പയും ഉമ്മയും ദുആ ചെയ്യുകയും വേണം. ഇബ്രാഹിം നബി റബ്ബിനോട് പറയുകയാണ്, ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇന്ത്യ രാജ്യത്ത് ഈ കാലഘട്ടത്തിലെ ബാപ്പയും ഉമ്മയും ഒക്കെ ദുആ ചെയ്യേണ്ട ഒരു ദുആയാണത്. അതിന്റെ ആദ്യത്തെ ഭാഗം എന്താണെന്നറിയോ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, അല്ലാഹുവേ ഈ നാട് നിർഭയത്വമുള്ള നാടാക്കണേ. എന്റെ സന്താനത്തെയും എന്റെ ഭാര്യയെയും ഞാൻ താമസിപ്പിച്ച ഈ നാട്, നിങ്ങൾ നോക്കണം, മക്ക എന്ന ചെറിയ ഗ്രാമം 4 ഭാഗത്തും മലകളാണ്. ഒരു ഭാഗത്ത് ജബൽ അബീ ഖുബൈസ് ആണ്, മറുഭാഗത്ത് ജബൽ ഖുഐഖാനാണ്, അതിനപ്പുറത്ത് ജബൽ കഅബയാണ്, അതിനപ്പുറത്ത് മറ്റൊരു പർവ്വതം, ഇന്നതിന്റെ പേര് ആ മല ഇന്ന് കാണാനുമില്ല, ജബൽ ഉമർ എന്ന് വിളിക്കപ്പെടുന്നതും. അങ്ങനെ ചുറ്റുഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തിന്റെ ഉള്ളിൽ 2 മനുഷ്യ ജീവിതങ്ങൾ മാത്രം, വേറെ ഒരാളും അവിടെ ഇല്ല. അതിന്റെ പുറത്ത് കുറെ ദൂരെ മാറി മനുഷ്യന്മാര് താമസിക്കുന്നുണ്ട്. ആദ്യം അമാലിഖത്തുകൾ, പിന്നീട് ജുർഹുമുകൾ, അതെ ആ വിഭാഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ഇബ്രാഹിം നബിയുടെ ദുആ എന്താണെന്നറിയോ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, അല്ലാഹുവേ ഈ നാട് നിർഭയത്വമുള്ള നാടാക്കണേ. അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി. അവർ ജീവിക്കുന്ന നാട് സ്വസ്ഥമാവണം. അവർ ജീവിക്കുന്ന നാട് അസമാധാനത്തിന്റെ നാടാവരുത്, അശാന്തി ഉണ്ടാവരുത്, അസഹിഷ്ണുത ഉണ്ടാവരുത്, ശാന്തിയും സമാധാനവും കളിയാടുന്ന പ്രദേശമാവണം. ഇന്ന് ദ്വാരക്കണോ? പറയും, ഇന്നീ പ്രാർത്ഥന ദ്വാരക്കണോ? വേണോ? ഞങ്ങൾ ഉണ്ടാത്ത് ദ്വാരക്കണോ? വേണോ? വേണം, നിർബന്ധമായിട്ടും ദ്വാരക്കണം. കാരണം നാട് കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്തും നമ്മുടെ കേരളത്തിലും വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോയിരുന്ന നാട്ടിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി
ഞാഞ്ഞൂല് മുതൽ മൂർഖൻ പാമ്പ് വരെ പത്തി വിടർത്തി ആടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെ നാട് സമാധാനത്തിന്റെ നാടാക്കണം. എനിക്ക് 50 വയസ്സായി, ഒരുപക്ഷെ അടുത്ത ദിവസം ഞാൻ മരിച്ചു പോകാം. പക്ഷെ എന്റെ മക്കൾ, അവരുടെ മക്കൾ, ആ മക്കളൊക്കെ വളരേണ്ടതും പഠിക്കേണ്ടതും ജീവിക്കേണ്ടതും ഈ നാട്ടിലാണ്. ഇത് അസമാധാനത്തിന്റെയും അസ്പർശതയുടെയും അസഹിഷ്ണുതയുടെയും നാടായിക്കൂടാ, സമാധാനത്തിന്റെ നാടാവണം. ഇബ്രാഹിം നബിയുടെ ദുആ നോക്കൂ നിങ്ങൾ. ഇന്നും ആ നാട് സമാധാനത്തിന്റെ നാട്, യാതൊരു കാലുഷ്യവുമില്ലാത്ത നാട്. ആരൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും സമാധാനത്തിന്റെ ശാദ്വല തീരത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു നാട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അതെ, അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനാ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ. രണ്ടാമത്തെ വാക്ക് വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ സന്തതികളെയും എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ രക്ഷിക്കണേ. അല്ലാഹുവേ, നിനക്കല്ലാത്ത ഒരാൾക്ക് ഇബാദത്തെടുക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ സന്തതികളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രാർത്ഥിക്കണം, ഗൗരവപൂർവ്വം പ്രാർത്ഥിക്കണം. ഇത് ലിബറലിസത്തിന്റെയും മതനിരാസത്തിന്റെയും ഫ്രീ സെക്സിന്റെയും കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ അതിർവരമ്പുകളെ ലംഘിച്ച് മതത്തിന്റെ ആശയങ്ങളെ ചവിട്ടിമെതിച്ച് മുന്നോട്ട് പോകാൻ യുവതലമുറക്ക് ലഹരിയും അനാവശ്യമായ കൂത്തരങ്ങുകളുടെ DJ പാർട്ടികളും കൊടുത്ത് വശംവദരാക്കി രാഷ്ട്രീയ മേലാളന്മാർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദുആ ചെയ്യണം ബാപ്പ, ദുആ ചെയ്യണം ഉമ്മ. വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, നിന്നെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ പാതകമായ ശിർക്ക്, ആ ശിർക്കടക്കമുള്ള എല്ലാത്തിൽ നിന്നും എന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതൊരു വാപ്പ ദ്വാരക്കണം, ഉമ്മ ദ്വാരക്കണം. ഈ കാലത്ത് ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. നോക്കൂ നിങ്ങൾ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദ്വാരക്ക, റബ്ബേ, എന്നെ നീയല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സുബ്ഹാനല്ലാഹ്. വിവേകം വന്നത് മുതൽ അദ്ദേഹത്തിന് നാം റുഷ്ദ് കൊടുത്തു, വിവേകം കൊടുത്തു, മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ റഷീദാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വിഗ്രഹത്തിന്റെ മുന്നിൽ ബാപ്പ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുത്ത് നാട്ടുകാർ ആരാധിക്കുന്ന വിഗ്രഹത്തിന്റെ മുന്നിൽ ഒരിക്കൽ പോലും കുമ്പിട്ടിട്ടില്ല, അതിനോടൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇബ്രാഹിം നബി മാ തഅബുദൂന മിൻ ബഅദി എന്ന് യാക്കൂബ് നബി മക്കളോട് ചോദിച്ചു. ബാപ്പയോട് ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, മാദാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത്? നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തതിനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ ഇതിന് വല്ലാത്ത പ്രസക്തിയുണ്ട്. ഇവിടെ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നത് 35 കൊല്ലം മുമ്പ് മരിച്ചുപോയ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു നരന്ത് മനുഷ്യൻ, അതെ, സ്വന്തം കടമകൾ പോലും നിർവഹിക്കാൻ കഴിയാതെ ഒളിച്ചോടിയ ഒരു മനുഷ്യൻ, സ്വന്തമായി തന്റെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബുദ്ധിശക്തി പോലും കൃത്യമായി നിലനിർത്താൻ കഴിയാതിരുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യൻ. ആ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചത് വിശ്വസിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കും അല്ലേ? മടവൂരിനെ കുറിച്ച് നാട്ടിൽ മുഴുവനും പാട്ടായി, ആളുകൾ മുഴുവനും പറഞ്ഞു. ആദ്യം കറാമത്തിന്റെ ഒരു കുത്തൊഴുക്കുണ്ടായി. മുജാഹിദുകൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദ്യ രൂപമായ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ, കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പണ്ഡിത സംഘടന, ആ സംഘടനയിൽ നിന്നാണ് 957 രജിസ്ട്രേഷൻ ആവുകയും 950 രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയപ്പെടുന്ന സംഘം. ആ സംഘത്തിന്റെ പ്രത്യക്ഷമായ ദൗത്യം എന്താണെന്നറിയോ? അതിന്റെ ദൗത്യം തൗഹീദിന്റെ പ്രചാരണം, സുന്നത്തിന്റെ പ്രചാരണം, അതോടൊപ്പം തന്നെ
അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കടക്കൽ കത്തിവെച്ചുകൊണ്ട് അതിനെതിരെ കൃത്യമായ ബോധവൽക്കരണം നടത്തി മുന്നോട്ട് പോവുക എന്നതാണ് കേരള നേതൃത്വ മുജാഹിദീന്റെ പ്രഥമമായ ദൗത്യം. ഈ ദൗത്യ നിർവഹണത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പിന്നോട്ട് വന്നാൽ ഉറപ്പിച്ചോളൂ, അവിടെ പൗരോഹിത്യം കാത്തു നിൽക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെ ഒരു മാറാപ്പുമായി ഈ സമൂഹത്തിന്റെ പുറത്തേക്ക് അത് തട്ടിയിട്ട് ഈ സമൂഹത്തെ വീണ്ടും കൂരുരുട്ടിലേക്ക് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന ആ പൗരോഹിത്യം ഉറഞ്ഞു തുള്ളുമെന്ന കാര്യം ശ്രദ്ധയോടെ കൊണ്ടുപോകണമെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈ തിരൂരങ്ങാടിയിലെ പ്രവർത്തകന്മാരോട് പറയാൻ. ഒരു നിമിഷം ഞാൻ ഉറപ്പിച്ചു പറയാം, കുറച്ചു കാലം മുജാഹിദുകൾ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടടിച്ചുവോ എന്നൊരു സംശയം. കാരണം കേരളത്തിൽ വല്ലാതെ അഭൂതപൂർവമായ രൂപത്തിൽ ശിർക്കിന്റെ താണ്ഡവം, അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും താണ്ഡവം നമ്മൾ കണ്ടു. ഇവിടെയാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാത്ത പ്രഖ്യാപനം കേരളത്തിൽ നടന്നു. ഒട്ടപ്പുറത്ത് വെച്ച് എന്ന ആയത്തിന്റെ ഇല്ലാത്ത അർത്ഥം പറഞ്ഞ് ശിർക്കിനെ സ്ഥാപിക്കാൻ ശ്രമിച്ച കൊട്ടപ്പുറത്ത് വെച്ച് കാന്തപുരം ബൂക്കർ മുസ്ലിയാർ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു സാമ്പിൾ വെടിക്കെട്ടിട്ടതാണ്. എന്തറിയോ, എന്റെ കയ്യിലുള്ള കുറെ സാധനം ഉണ്ട്, അതൊക്കെ ഞാൻ ഇടും. ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടിയത് എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കണേ, പ്രബുദ്ധമായ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വഷളത്തരം പറയണമെങ്കിൽ അത് കാന്തപുരം വിഭാഗത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ എന്താ പറഞ്ഞത്? മുടി. നേരത്തെ ഒരു സാധനമുണ്ട്, മുടി. പിന്നെ മദീനത്തെ ഖബറും പുറത്തെ പൊടി, ചന്ദനപ്പൊടി, പൊടിയും ചന്ദനവും. അതിന് അദ്ദേഹം ഇട്ട പേര് തുർബത്ത് ഹുജറത്തു ഷരീഫ. പിന്നെ സംസം വെള്ളം. ഇതായിരുന്നു പിന്നെ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് ജ്യൂസ് 2025 ഒരു ജ്യൂസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ മുടിയുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ പൊടിയുണ്ട്, പിന്നുള്ളത് എന്താ, പിന്നെ ഉമിനീര് കലങ്ങിയ വെള്ളമുണ്ട്. എവിടുന്നൊക്കെയാണ് ഇത് കിട്ടാന്നൊരു പിടുത്തല്ലട്ടാ. ആരുടെ ഉമിനീര്? കാന്തപുരത്തിന്റെ അല്ല, 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന, ലോകത്തോട് വിട പറഞ്ഞ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കലർന്നത്. നാലാമത്തെ ഇൻഗ്രീഡിയൻസ് എന്താണ്? അത് ജുറാനത്തിൽ വെച്ച് അവിടുന്ന് കൈകുത്തിയപ്പോൾ വന്ന വെള്ളം, ആ വെള്ളത്തിൽ നിന്നൊരു കഷ്ണം. ഇങ്ങനെ കൂടി അതല്ലാത്ത കുറെ സംഗതികളൊക്കെ ഉണ്ടെന്ന് എപ്പോ പറയണില്ല എന്നാ മൂപ്പര് പറഞ്ഞു. എന്തൊക്കെയാണെന്നു പറയാൻ പറ്റൂല. ഇതെല്ലാം കൂടി കലക്കി ജ്യൂസാക്കിയിട്ട് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വെറുതെ ഒഴിച്ചു കളയരുത്, മോശമായ സ്ഥലത്തൊന്നും വെക്കരുത്, ഭയങ്കര ബറക്കത്തുള്ളതാണ്. ഇങ്ങനെ എല്ലാ ആക്രി സാധനങ്ങളും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത കാന്തപുരം, ആ കാന്തപുരമാണ് ആദ്യമായിട്ട് എന്ന് തുടങ്ങുന്ന ആയത്തോതിക്കൊണ്ട് രംഗത്ത് വന്നു. വിട്ടില്ല മുജാഹിദുകൾ. കൊട്ടപ്പുറത്ത് ശക്തമായ മറുപടി കിട്ടി. അതിനെ തുടർന്ന് ഇങ്ങോട്ട് നോക്കിയാൽ 2025 വരെ നട്ടെല്ലു നിവർത്തി നിന്നുകൊണ്ട് തൗഹീദിന്റെ എതിരായി ശിർക്കിനെ സ്ഥാപിക്കാൻ ഈ ആയത്തോതാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മുജാഹിദുകളുടെ പടയോട്ടം അത്ര ശക്തമായിരുന്നു. എന്നാൽ ഇന്നോ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരുത്തം പാട്ടുപാടി. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോ നീ ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. ഇങ്ങനെ പാടാൻ ധൈര്യം കിട്ടുന്നു. കേരളത്തിലാണ് ഇത് പാടുന്നത്. ഇതിങ്ങനെ പാടാൻ ധൈര്യം കിട്ടുമ്പോഴേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി അതിനെ ചെറുത്തു തോൽപ്പിക്കും മുജാഹിദുകൾ. അതിനെ ശക്തമായി വിമർശിക്കും. ആ സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോഴാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെ അന്വർത്ഥമാക്കിക്കൊണ്ട് ശക്തമായി തൗഹീദിന് വേണ്ടി പടയണി തീർക്കും മുജാഹിദുകൾ. അങ്ങനെയാണ് മുജാഹിദ് പാരമ്പര്യം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ പിടിക്കാൻ, എന്റെ കൊടി പിടിക്കാൻ, ഞാൻ പുലർത്തിപ്പോന്ന ആദർശത്തെ പറയാൻ എന്റെ മകനുണ്ടാകും എന്ന ഒരു ഉറപ്പ് എനിക്ക് വേണ്ടത്. ആ മകന് വേണ്ടിയാണ് ഞാൻ പണിയെടുക്കേണ്ടത്. എന്റെ മകനെ ആ രൂപത്തിൽ കൊണ്ടുവരാൻ
ചോദിക്കട്ടെ, മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ ആ ധൈര്യം? ഉമ്മമാരെ, ചെറുപ്പം മുതലേ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനല്ലേ, കുട്ടികള് തൊട്ടിൽ കിടക്കുന്നത് മുതലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അനശ്വരമായ മന്ത്രോച്ചാരണമായിരുന്നു ഉമ്മമാരുടെ നാവിൽ നിന്ന് കുട്ടികൾ കേട്ടത്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഉമ്മയുടെ നാവിൽ നിന്ന് കുട്ടികൾ കേട്ടു തുടങ്ങിയത് അല്ലേ? ഇന്ന് ഹൈടെക് യുഗല്ലേ, അതുകൊണ്ട് ഒറ്റ തട്ട്, ആ തട്ടിൽ ഇങ്ങനെ കുട്ടി ആടിക്കോളും. അതിന്റെ കൂട്ടത്തിൽ ഒരു മൊബൈലും വെച്ച് കൊടുത്താൽ സംഗതി റെഡിയായി. ഉമ്മയും കുട്ടിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതെന്താന്നറിയോ? അത് ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും ഉമ്മയോട് വലിയ ബന്ധമാണ്. കാരണം അവന്റെ പൊക്കിൽ കൊടി അവനോട് വിളിച്ചു പറയുന്നുണ്ട് ഉമ്മ എന്ന കേന്ദ്രത്തെ കുറിച്ച് എപ്പോഴും. കാരണം അവൻ എപ്പോൾ നോക്കുമ്പോഴും കാണുന്നവന്റെ ശരീരത്തിൽ പ്രകടമായി മുന്നിൽ തന്നെ കാണുന്ന അവന്റെ പൊക്കിൽ കൊടി നിരന്തരമായി വിളിച്ചു പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് അല്ലാഹ്, രണ്ട് ഉമ്മ. അതെന്താ? അത് വിശദീകരിക്കാൻ പോയ സമയം കൂടുതലായി പോയി, അങ്ങോട്ട് പോകല്ല. ഒറ്റ വാക്ക് പറയാൻ, ആ ഉമ്മയിൽ നിന്നാണ് നിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം അള്ളാഹു സംവിധാനിച്ചു വെച്ചത്. ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് 2 ട്യൂബ് പ്ലാസന്റയിലേക്ക് കണക്ട് ചെയ്ത്, പ്ലാസന്റയിൽ നിന്ന് നേരെ നിന്റെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്തു. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് ശേഷം അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. പക്ഷേ ഒഴിവാക്കിയ ആ കാര്യം ജീവിതത്തിൽ ഒരിക്കലും മരണം വരെ നഷ്ടപ്പെടാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരടയാളമായി നിന്റെ ശരീരത്തിൽ ശേഷിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ അറിയാൻ, അതെ, അള്ളാഹുവിന്റെ സട്ടാവിനെ കുറിച്ചറിയാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കിടന്ന സമയത്ത് നിനക്ക് വേണ്ടതെല്ലാം എത്തിച്ചു തന്ന നിന്റെ റബ്ബ്, നിന്റെ ഉമ്മയുടെ ശരീരത്തിലൂടെ സംവിധാനിച്ച നിന്റെ റബ്ബ്, ആ റബ്ബിനെ മറക്കരുതെന്ന പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ നിനക്ക് വേണ്ടതെല്ലാം അള്ളാഹു കണക്ട് ചെയ്തു തന്നത് നിന്റെ മാതാവിൽ നിന്നാണ്. ആ ഉമ്മയെ മറക്കല്ലടാ, ആ ഉമ്മയോട് എതിരാകല്ലടാ. ആ ഉമ്മയ്ക്കൊരു വിഷമമുണ്ടാക്കുന്ന ഒരു ചെറിയ വാക്കുപോലും, ഛേ എന്ന വാക്കുപോലും നിന്റെ അടുത്തും ഉണ്ടാവരുതടാ എന്ന വലിയ പ്രഖ്യാപനം നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ബന്ധം ആ ഉമ്മക്ക് മകനോടുണ്ട്, മകന് ഉമ്മയോടുമുണ്ട്. അതുകൊണ്ട് തന്നെ 5-6 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞ കുട്ടികള് കൃത്യമായും ഒരു തഖ്ലീദിന്റെ കാലാണ്. ഉമ്മ എന്ത് ചെയ്യണോ അത് ചെയ്യും, ഉമ്മ എന്ത് ചെയ്യണോ അത് ചെയ്യും. അങ്ങനെയാണ് ഉമ്മയെ പൂർണ്ണമായും അനുകരിക്കുന്നു. ഉമ്മയുടെ നാവിൽ നിന്ന് കുട്ടി കേട്ടു തുടങ്ങാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമത്തു ഷഹാദത്തിന്റെ പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ അനശ്വരമായ മന്ത്രോച്ചാരണം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വെയിറ്റുള്ള വാക്ക്, ഈ ലോകത്തെ എല്ലാ വസ്തുക്കളെയും വെച്ചാലും ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത അതീവ ഭാരമേറിയ വാക്ക് തന്റെ ഉമ്മയുടെ നാവിൽ നിന്ന് നിരന്തരം കുട്ടിയുടെ കാതിലൂടെ, കൽബിലൂടെ, ശരീരത്തിലൂടെ പടരുകയാണ്. അത് ഉമ്മ കൊടുക്കേണ്ടതാണ്. ഉമ്മ മുലപ്പാല് മാത്രം കൊടുത്താൽ പോരാ, അത് കൊടുക്കണം. അതിങ്ങനെ കിട്ടണം കുട്ടികൾക്ക്. ബാപ്പയുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന, പടച്ചോനെ എന്റെ കുട്ടിയെ തൗഹീദിൽ അടിസ്ഥിതമായി വളർത്താൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. എന്റെ കുട്ടി ശിർക്കിന്റെ ഒരു കേന്ദ്രത്തിലേക്കും ശിർക്കിന്റെ ഒരു മേഖലയിലേക്കും പോകാതെ നീ കാക്കണേ പടച്ചോനെ എന്ന് ബാപ്പയുടെ അകം നിറഞ്ഞുള്ള പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ജീവിതത്തിൽ അത്രയും ഗൗരവമാണ്. ബാപ്പ മക്കൾക്ക് ഉപദേശം കൊടുക്കണം, ബാപ്പ മക്കൾക്ക് ഉപദേശം കൊടുക്കണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന 1 അല്ല 2 അല്ല 3 അല്ല, ധാരാളം കാണാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മനസ്സിലായോ? ആ പ്രാർത്ഥന തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പോലും ഇബ്രാഹിം നബി അള്ളാഹിനോട് ദുആ നിൽക്കണു, അള്ളാഹുവിനോട് ദുആ ഇരുന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, തന്റെ മക്കളെ തൗഹീദിൽ അടിയുറപ്പിച്ചു കൊണ്ടുവരണം, നിരന്തരമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. പരിശുദ്ധ ഖുർആനിൽ
ഖുർആനിന്റെ അധ്യായങ്ങളിൽ അമ്പിയാക്കളുടെ പേരുള്ള അധ്യായമുണ്ട്. പ്രവാചകന്മാരിൽ കൂട്ടത്തിൽ പെടാത്ത ഒരു പുരുഷന്റെ പേരിൽ ഒരധ്യായം. അദ്ദേഹം പ്രവാചകനാണോ? അല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ലുഖ്മാനുൽ ഹക്കീം എന്നാണ്. ലുഖ്മാൻ, ആ പേരിൽ ഒരു അധ്യായം. ആ ലുഖ്മാൻ എന്ന് പറയപ്പെടുന്ന അധ്യായത്തിന്റെ ഉള്ളിൽ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് കൊടുക്കുന്ന ഗൗരവതരമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാനതിലെ രണ്ട് കാര്യങ്ങൾ മാത്രം ഇന്ന് പറയാൻ. അതിൽ ഒന്നാമത്തത്, ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുകയാണ്. മകനോട് വാപ്പയുടെ വാത്സല്യമൂറുന്ന വർത്തമാനം. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുണാർദ്രമായ ഒരു ഉപ്പയുടെ വിളിയാണ്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ലാ തുശ്രിക് ബില്ലാഹ്, മോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഒരു തരത്തിലുള്ള ശിർക്കും നിന്നിലൂടെ വരരുത് മോനെ. കാരണം എന്താ? ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് അത് മഹാപാതകമാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേട്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം, അത് തൗഹീദിന് വിരുദ്ധമായി വരുന്ന ശിർക്കിന്റെ പ്രവർത്തനങ്ങളാണ് മോനെ. ചെയ്തു പോകരുതേ. മകന് കൊടുക്കുന്ന ഉപദേശം. വാപ്പമാരെ, നിങ്ങളുടെ കുട്ടികൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഇങ്ങനെ ഉപദേശം മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? എത്ര വാപ്പമാര് കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഗൗരവമുള്ള ചോദ്യമാണ്. ഇതെന്തിനാ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്തായിട്ട് അങ്ങനെ ഓതിപ്പോകാനാ? ആണോ? ഒരായത്തായിട്ട് അങ്ങനെ ഓതിപ്പോ ഒരു അർപ്പിന് 10 കൂലി കിട്ടും ആണോ? അല്ല. പരിശുദ്ധ ഖുർആനിനെ തദബ്ബുർ ചെയ്യണം. ഖുർആനിന്റെ മഅനകളിലൂടെ അതിനെ ഫഹ്മ് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം, അതിനെ ഉറ്റാലോചിക്കണം. അപ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയാം. സൂറത്തുൽ ലുഖ്മാൻ വായിച്ചിട്ട് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ എന്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? എന്റെ കുട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചോദിച്ചു നോക്ക് നമ്മളോട്. അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഇന്നലകളിലെ ജീവിതത്തിൽ നിന്ന് എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കേണ്ടുന്ന ഏറ്റവും ഗൗരവമായ അറിവ്, എന്റെ മകൾക്ക് ഞാൻ കൊടുക്കേണ്ടുന്ന, എന്നിൽ നിന്ന് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇൽമ് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു പൂർണ്ണമായും പരാജയപ്പെട്ട വാപ്പയാണ്. ഞാൻ മക്കൾക്ക് ഡ്രസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അവന് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വാപ്പ പറഞ്ഞു കൊടുത്തിട്ടില്ല. ചിലടത്ത് കാണാം, ചില വാപ്പമാരും ഉമ്മമാരും ഒക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ പോണ്, നമ്മളെ കാലം കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റൂല, നമ്മളെ കുട്ടികളൊന്നും നമ്മൾ പിടിക്കുന്നിടത്ത് കിട്ടൂല. അതെന്താടോ അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ പിടിക്കുന്നിടത്ത് എന്റെ കുട്ടിയെ കിട്ടില്ല എന്ന് വാപ്പ പറയണ ആരെ കുറിച്ചാണെന്നറിയോ? 40, 30, 20 വയസ്സുള്ള തന്റെ മകനെ കുറിച്ചല്ല, കൗമാരപ്രായക്കാരനായ യുവത്വ കാലഘട്ടത്തിലുള്ള തന്റെ മകനെ കുറിച്ചാണ്. പിന്നെ എന്തിനാണ് ഇജ്ജ് വാപ്പ എന്ന് പറഞ്ഞ് നടക്കണം? അവൻ എവിടെ താമസിക്കുന്നത്? നീ വിയർപ്പൊഴുക്കി നീ ഉണ്ടാക്കിയ നിന്റെ വീട്ടിൽ അല്ലേ? അതെ. അവൻ എവിടുന്നാ ഭക്ഷണം കഴിക്കുന്നത്? നീ നയിച്ചു കൊണ്ടുവരുന്ന സമ്പത്തിൽ നിന്ന്, നീ വാങ്ങിച്ചു വെക്കുന്ന ആഹാരത്തിൽ നിന്ന് കഴിക്കുന്നു. അവൻ എവിടെ കിടന്നുറങ്ങുന്നു? നീ സൗകര്യപ്പെടുത്തിയ റൂമിൽ അല്ലേ? എന്നിട്ട് നീ പറയണത് നിന്നെ അനുസരിക്കണില്ല. പിന്നെ എന്തിനാണ് ഇജ്ജ് വാപ്പ എന്ന് പറഞ്ഞ് നടക്കണം? നമുക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? തന്റെ മകനെ കൃത്യമായി, അതാണ് പറയാം, ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ചോറ് കൊടുത്താൽ പോരാ, ചൊല്ലും കൊടുക്കണം. അത് കൃത്യമായി ബോധ്യപ്പെടുത്തണം മക്കൾക്ക്. ഇത് അള്ളാന്റെ ദീനാണ്. നീ എനിക്കെന്റെ റബ്ബ് നൽകിയ നിഅമത്താണ്. ആ നിഅമത്തിനെ കുറിച്ച് റബ്ബിനോട് ചോദിക്കും. അപ്പൊ എനിക്ക് പറയണം, പ്രായപൂർത്തിയായിട്ട് മക്കൾ തെറ്റിപ്പോയെന്ന് വെച്ചിട്ട് വാപ്പാക്കൊരു കുഴപ്പമില്ലട്ടാ, ഉമ്മാക്കും കുഴപ്പമില്ലട്ടാ. കാരണം അവർ സ്വതന്ത്രമായി കഴിഞ്ഞു. ഇനി അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർ മുക്കല്ലഫായി.
ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇനി അവൻ ചെയ്യുന്നതിനൊക്കെ അവൻ ഉത്തരവാദിയാണ്. പക്ഷെ അവൻ ചെയ്യാൻ മോട്ടിവേഷൻ, അവൻ ചെയ്യാനുള്ള ഇർഷാദാത്ത്, അവന് ചെയ്യാനുള്ള ത്വരീഖ് ദലീലാക്കി കൊടുക്കല് ബാപ്പക്ക് ഉണ്ടാവണം. ബാപ്പ അത് ചെയ്തിട്ടില്ല, മകൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ആ ബാപ്പ ഉത്തരം പറഞ്ഞേ പറ്റൂ. മനസ്സിലായോ? നാളെ റബ്ബിന്റെ അടുത്തെത്തിയിട്ട് ബാപ്പ ഭയങ്കര തൗഹീദ്, ഭയങ്കര മുജാഹിദ്, വലിയ സ്വാത്വികൻ എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും മക്കൾക്ക് കഴിയൂലട്ടോ. ഇത് അള്ളാന്റെ റസൂൽ ആദ്യം ബോധ്യപ്പെടുത്തി. സൊഫയുടെ മലമടക്കിന്റെ മുകളിലേക്ക്, സഫാ കുന്നിന്റെ മുകളിലേക്ക് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്താൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിൽക്കുകയാണ്. എല്ലാവരെയും കുടുംബക്കാരെ വിളിക്കുകയാണ്, എല്ലാ കുടുംബത്തിനെയും വിളിക്കുകയാണ്. പരസ്യ പ്രബോധനമാണ്. ആ സമയത്ത് എല്ലാവരും ആ സഫയുടെ താഴ്വാരത്ത് അഥവാ ജബൽ അബീ ഖുബൈസിന്റെ താഴ്വാരത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂൽ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് സ്വന്തം മകൾ ഫാത്തിമ, തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ, ആ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഓ മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, സലീനി മിൻ മാലി മാ ശിഇതി, മോളെ ഉപ്പയുടെ ധനത്തിൽ നിന്ന് നിനക്ക് എന്ത് വേണമോ ചോദിച്ചോളൂ, ഉപ്പ തരാം. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ മുഹമ്മദിന്റെ മകളാണ് ഞാനെന്ന് പറഞ്ഞ ഫാത്തിമ മോളെ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് മോളെ നീ നിന്റെ ശരീരത്തെ സംരക്ഷിക്കണേ. ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തു എന്ന് ആയിരിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളല്ലേ, ഓലെന്തായി കാട്ടി, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങൾ ഏത് മതത്തിന്റെ ആളുകളാണ്? ഇസ്ലാമിൻ്റെതാണോ? എങ്കിൽ മാറ്റണം ആ ശൈലി. ലോകത്ത് കാരുണ്യത്തിന്റെ തീരാകയമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്കാൾ കരുണയുള്ള ഒരാൾ ആരുള്ളത്? മനുഷ്യകുലത്തിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ്. അവിടുത്തെ ദൗത്യം കാരുണ്യമാണ്. ആ പ്രവാചകനുണ്ടല്ലോ, മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുത്ബയാണ് കേട്ടോ, തിരൂരങ്ങാടിക്കാരെ ശ്രദ്ധിച്ചോണേ, ഖുത്ബയാണ്, വെള്ളിയാഴ്ചത്തെ ഖുത്ബ. ആ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ ചെറിയ രണ്ട് കുട്ടികൾ ഇങ്ങനെ വരുന്നു, സഫിനിടയിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നു. അവരിടക്ക് വീഴുന്നു, എഴുന്നേൽക്കുന്നു. നടന്നിങ്ങനെ വരുമ്പോ മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരുന്ന അള്ളാന്റെ റസൂൽ ഖുത്ബ നിർത്തി. എന്നിട്ട് ഇറങ്ങി നേരെ ചെന്നു ആ രണ്ട് കുഞ്ഞുമക്കളെയും വാരിയെടുത്തു. അതിനെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് ആ മിമ്പറിന്റെ താഴ്ഭാഗത്ത് അഥവാ പള്ളിയുടെ മുന്നിൽ അവിടെ ഇരുത്തി. എന്നിട്ട് അള്ളാന്റെ റസൂല് കയറി ഖുത്ബ നടത്തുന്നു. നിങ്ങളെ കുത്തിയങ്ങാന പള്ളിയിൽ ഇങ്ങനെ നടന്നെന്തായിരിക്കും സ്ഥിതി? ഹലോ, യത്തീംഖാന പള്ളിയിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കണ ഖത്തീബിന്റെ ചെറിയ പേരക്കുട്ടി ഇങ്ങനെ വരുന്ന, അങ്ങനെ വീണ് എഴുന്നേറ്റ് വരുന്ന കണ്ടപ്പോ മുമ്പിൽ ഖുത്ബ നിർത്തി എടുത്തുകൊണ്ട് കുട്ടീനെ എടുത്തവിടെ കൊണ്ടുവച്ചിട്ട് ഖുത്ബ കയറിയ പിറ്റേ ദിവസം മുപ്പരുണ്ടാവോ? പിറ്റേ വെള്ളിയാഴ്ച ഖത്തീബായിട്ട് നിങ്ങൾ ആലോചിച്ചോക്ക്. ഇത് ലോകത്തിന്റെ നായകനാണ്, അള്ളാന്റെ ഹബീബാണ്. ആ പ്രവാചകന്റെ കാരുണ്യമാണത്. അവിടെ നിങ്ങനെ കുനിഞ്ഞു നിന്നോടുക്കാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ടുപേരും പ്രവാചകന്റെ ചുമലിൽ ഖത്ബുൻ നുബുവത്ത് രേഖപ്പെടുത്തിയ ആ ചുമലുകളുടെ അടുത്ത് ചെറിയ കുട്ടി കയറിയിരിക്കുന്നു. ആന കളിക്കുന്നു, അഥവാ മൃഗത്തെ പോലെ ഒരു മൃഗമായി അഭിനയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒട്ടകത്തെ പോലെ നിന്നു കൊടുക്കുന്നു. എന്നിട്ടോ ആ കുട്ടികൾ മുകളിൽ കയറിയിരിക്കുന്നു. നമ്മളാണെങ്കിലോ അവിടുന്ന് പാപ്പ ഇരിക്കുന്നിടത്താണ് ആളാ. പാപ്പാനെ കാണുമ്പോ തന്നെ കുട്ടിക്ക് ബേജാറാണ്. അങ്ങനെ ബേജാറാക്കി ഓടിക്കാണ്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ബാപ്പാന്ന് കേൾക്കുമ്പോഴേക്കും അവനുണ്ടെങ്കിൽ സാധിക്കും.
അങ്ങനെ ബേജാറുണ്ടായിരുന്നു. അല്ല, ബാപ്പ കാരുണ്യാണ്, ചേർത്ത് പിടിക്കേണ്ടവനാണ്. ബാപ്പാനെ ചേർത്ത് പിടിക്കും, ബാപ്പ ചേർത്ത് പിടിക്കും. അത്രയും കാരുണ്യം ആ പ്രവാചകനുണ്ടല്ലോ. ആ പ്രവാചകനാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അള്ളാന്റെ റസൂൽ ഒരു കാഴ്ച കാണുകയാണ്. അതാ ബൈത്തുൽ മാലിലെ സദഖാത്ത് കിട്ടിയ ഈത്തപ്പഴങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് പ്രവാചകന്റെ പേരക്കുട്ടിയിൽ ഒരാൾ ആ ഈത്തപ്പഴത്തിൽ നിന്ന് ഒന്നെടുത്ത് വായിലിട്ട് ചവക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ വരുന്നത്. അവിടുന്ന് ഓടി വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള പറയുന്നു, കഹ് കഹ്, എടാ മോനെ, അത് തുപ്പിക്കളയടാ, അത് തുപ്പിക്കളയടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ഓടി വരുന്നത്. അടുത്തു വന്ന ആ കുട്ടി തുപ്പാൻ സമ്മതിക്കുന്നില്ല, കുട്ടി തുപ്പുന്നില്ല. അള്ളാന്റെ റസൂൽ അവിടുത്തെ വിരല് വായിലേക്ക് ഇങ്ങനെ കയറ്റി ആ ഈത്തപ്പഴം പുറത്തേക്ക് ഇങ്ങ് തട്ടിയിട്ടോ. അള്ളാന്റെ റസൂൽ ആ ചെറിയ കുഞ്ഞിനോട് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? മോനെ, ഇത് സകാത്തിന്റെ മുതലാണ്, അത് മുഹമ്മദിന്റെ കുടുംബത്തിന് നിഷിദ്ധമാണ്. നിഷിദ്ധമായ മുതല് എന്റെ കുട്ടി തിന്നു പോകല്ല മോനെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതാണ്. കാരുണ്യം വേറെ, ദീനിന്റെ ഹുക്കുമ് വേറെ. നമ്മളെന്താ പറയാ, അന്ന് കുഴപ്പമില്ല, കടന്ന കുട്ടിയല്ലേ അല്ലേ? ആൺകുട്ടിക്ക് സ്വർണ്ണ ഇടുന്ന മഹാവിഡ്ഢികളായ പെണ്ണുങ്ങളുണ്ട് ആൺകുട്ടികൾക്ക്, അല്ലേ? അരിഞ്ഞാണ് സ്വർണം, പിന്നെന്താണ് കാട്ടളയോ എന്നാ കാലിടുന്നത്? പാസരം പോലത്തെ സാധനമില്ലേ, അതിടുക, വളയിടുക. ആർക്കാണ്? ആൺകുട്ടി. ആൺകുട്ടി എന്ന് പറഞ്ഞ പെണ്ണല്ലടോ. അലൈസ ദക്കറു കൽ ഉൻസ. ആണിന് ആണിന്റെ ഹുക്കുമ്, പെണ്ണിന് പെണ്ണിന്റെ ഹുക്കുമ്. ആൺകുട്ടിയാണ് ജനിക്കുന്നെങ്കിൽ അഖീഖ എത്ര ആടർക്കണം? 2. പെണ്ണാണെങ്കിലോ ഒന്നെന്താ, കുട്ടിയായതുകൊണ്ട് മാറ്റാൻ പറ്റുമോ? പറയും. ആ കുട്ടിയല്ലേ, പെണ്ണും ആണും ഒക്കെ പിന്നല്ലേ? ആണോ? 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 ജനിച്ച കുട്ടി പെണ്ണ്, പേര് നസീർ എന്നാ, പേര് അബൂബക്കർ എന്നോ, എന്താ ഇടാ? സൈനബ്, ഫാത്തിമ, അങ്ങനെ ഇടാ. എന്തുകൊണ്ടാ? ഹുക്കുമ് പെണ്ണിൻ്റെതാണ്, മറ്റേ ഹുക്കുമ് ആണിൻ്റെതാണ്. അപ്പൊ ആണിന് നിഷിദ്ധമായത് എന്തൊക്കെയുണ്ടോ ആൺ എന്ന് പറയപ്പെടുന്നതിൽ കുട്ടിയും പറ്റും. ചെറിയ കുട്ടിക്ക് ഹുക്കുമ് ബാധകല്ലെന്നല്ല. അങ്ങനെയാണെങ്കിൽ മുക്കല്ലഫല്ലാത്ത പ്രവാചകന്റെ പേരക്കുട്ടിയുടെ വായിൽ നിന്ന് അത് തട്ടിയിടുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് വാപ്പ പഠിപ്പിക്കേണ്ട പാടാണ്, ഉമ്മ പഠിപ്പിക്കേണ്ട പാഠമാണ്. ഇത് നിഷിദ്ധമാണ്, അത് ചെയ്യാൻ പറ്റൂല, അത് പാടില്ല, അത് കൊടുക്കരുത്. നമ്മളെ കൊണ്ട് ഇപ്പം ഈ മതേതരത്വം ഇങ്ങനെ പൂത്തുലയുന്ന കാലാണല്ലോ. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കുക, അവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കുക. അതായത് തിരൂരങ്ങാടി പള്ളി ഈ വെള്ളിയാഴ്ച ജുമാ നടത്തുക മുസ്ലിങ്ങള്, ഞായറാഴ്ച ആകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് കുർബാന കൊടുക്കുക. മനസ്സിലായോ? ഇപ്പോ വിജയദശമിയോ പിന്നെ ആയുധ പൂജയുടെ സമയമാണ്. നമുക്ക് പിന്നെ ആയുധം പൂജിക്കേണ്ട ആയുധം ഇല്ലാത്തത് കൊണ്ട് ഇനി വല്ല ബുക്കോ കാര്യങ്ങളൊക്കെ പൂജിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പൂജക്ക് വേണ്ടി ഒരു ദിവസം വിട്ടുകൊടുക്കാം. നടക്കോ? പറഞ്ഞൂട്. നടക്കോ? നടക്കൂല. അതല്ല മതേതരത്വം. ഇന്ത്യൻ നിയമത്തിലുള്ള, ഇന്ത്യൻ ഭരണഘടനയുള്ള മതേതരത്വം അതല്ല. ഓരോരുത്തരും അവനവന്റെ മതം വിശ്വസിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ പേരാണ്. അപരമതത്തിനെ ആക്ഷേപിക്കാതെ, അപരമതത്തിന്റെ അവകാശത്തെ ധ്വംസിക്കാതെ, അപരമതത്തിന്റെ അവരുടെ ആരാധനാ മണ്ഡപങ്ങളെ തകർക്കാതെ, അതിന് കലുഷിതമുണ്ടാക്കാതെ അതിനെയും അംഗീകരിച്ച് സംരക്ഷിച്ചുകൊണ്ട് നിൽക്കണം. ഇത്രേ ഉള്ളൂ. അല്ലാതെ മുസ്ലിങ്ങളൊക്കെ പൊട്ടും തൊട്ട് കുരുത്തോല ദിവസത്തിൽ മുസ്ലിങ്ങളും കുരുത്തോല എടുത്ത് നടക്കുക, ഇത് മതേതരത്വമല്ല. മതവിശ്വാസം വേറെ, മതേതരത്വം മതനിരപേക്ഷത വേറെ. അതിന് രണ്ടും 2 തലങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലഘട്ടത്തിൽ ഇതിങ്ങനെ പൂത്തുലഞ്ഞത് കൊണ്ട് നമ്മൾ പറയും വേണ്ട, എന്തിനാണ്? നമ്മളെ കുട്ടികള് ക്രിസ്മസിന് വരാൻ പോകുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോഴേക്ക് നമ്മുടെ സ്കൂളുകളിലൊക്കെയുള്ള അധ്യാപകന്മാർ എന്താണ് അവരുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല.
അധ്യാപകന്മാര് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ ആവശ്യപ്പെടുക കുട്ടികളോട്. ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാം. ഒരു മുസ്ലിം കുട്ടി, എന്റെ മോള് വന്ന് പറഞ്ഞു ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാം, നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ഞാൻ കൊടുക്കൂല, ഞാൻ തരൂല. കാരണം എന്താ? ഇതെന്റെ വിശ്വാസത്തിനെതിരാണ്, നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. സൂറത്ത് ഇഖ്ലാസ് അറിയില്ലേ? ഹലോ, സൂറത്ത് ഇഖ്ലാസ് അറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാലേ അല്ലേ? ആയത്തൊന്ന് ഓദിക്കാണി. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. മാ മഅന ലം യലിദ് വലം യൂലദ്? ലം യലിദ് വലം യൂലദ് എന്താ അർത്ഥം? അല്ലാഹു പിതാവുമല്ല പുത്രനുമല്ല, പിതാവുമല്ല പുത്രനുമല്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ മകനായി ഈസാ നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ആഘോഷത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ എങ്ങനെ കഴിയും? അതിനെ ഞാൻ എങ്ങനെ അംഗീകരിക്കും? എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനികളെ ചീത്ത വിളിക്കോ? ഇല്ല. അത് അവന്റെ വിശ്വാസമാണ്, അവർ ചെയ്തോട്ടെ. അവന്റെ ആദർശമാണ്, അയാൾ ചെയ്തോട്ടെ. എന്നെ അതിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന് കടകവിരുദ്ധമാണ്. അള്ളാന്റെ റസൂലിനോട് മക്കക്കാര് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ തമ്മിൽ ഒരു രമ്യതയിൽ പോകാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പോകുമ്പോ വെറുതെ കൈകൊണ്ടൊന്നും ഇങ്ങനെ ഇശാറത്താക്കിക്കളാം. ആരാധിക്കണ്ട. ആദ്യം ഒരു വർഷം ആരാധിക്കണം എന്നുള്ള ഹുക്മൊക്കെ പോയി. അതിന് കൃത്യമായ ഗണ്യതമായ അധ്യായം ഇറങ്ങി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. പിന്നെ പറഞ്ഞാണ് ഒന്ന് കൈയൊന്നിങ്ങനെ ഒന്ന് ഇശാറത്താക്കിയാൽ മതി. പോകുമ്പോ ഒരു വിഷ് ചെയ്തിട്ട് പോവുക. അതും തിരക്കേടില്ലല്ലേ? പ്രശ്നമൊന്നുമില്ല. ഇബാദത്ത് എടുക്കണില്ല, ഒന്നുമില്ല, വെറുതെ ഒരു വിഷ് ചെയ്തിട്ട് പോവാ. അള്ളാന്റെ മറുപടി എന്തായിരുന്നു അറിയോ? فلولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الممات ضعف الحياة وضعف الممات. الله من القرآن. ലൗല അൻ സബ്ബത്നാക, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീല, അല്പാൽപമായി നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. അങ്ങനെങ്ങാനും നീ പോയാലുണ്ടല്ലോ, ഇതല്ല അദഖ്നാക ളിഅഫൽ ഹയാത്തി വളിഅഫൽ മമാത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇരട്ടി ശിക്ഷ നീ രുചിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. കോംപ്രമൈസിന് വേണ്ടി വർത്തമാനം പറയുന്ന മുസ്ലിം മേലാളന്മാരോട് ചോദിക്കാൻ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആളുകളോട്, ആദർശത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ തൗഹീദിന് വിരുദ്ധമായതിനോട് പോലും കോംപ്രമൈസ് ആകാൻ കാത്തു നിൽക്കുന്നവരോട് അള്ളാന്റെ റസൂലിനോട് ഖുർആൻ പറഞ്ഞ വാക്കതാണ്, ഇതല്ല അദഖ്നാഖൽ ഹയാത്ത് വളിഅഫൽ മമാത്. ഇരട്ടി ശിക്ഷ. നിങ്ങൾ ആലോചിക്കും മക്കളെ, എല്ലാരും ചിന്തിച്ചു നോക്ക്. എന്റെ കുട്ടിക്ക് ഈ ഒരു വെയിറ്റുള്ള, ഈ ഒരു ഗൗരവമുള്ള തൗഹീദ് പകർന്നു കൊടുക്കാൻ ഉപ്പ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പുറത്തിറങ്ങിയ നാട്ടുകാരോടൊക്കെ ഭയങ്കര തൗഹീദാണ് അല്ലേ? നാട്ടുകാരോടൊക്കെ തൗഹീദ് പറയും അല്ലേ? സ്വന്തം വീട്ടിൽ എന്തല്ല തൗഹീദില്ല. സ്വന്തം വീട്ടിൽ എങ്ങനെ പോയാലും മകനെ കിട്ടുന്നില്ല, മകളെ കിട്ടുന്നില്ല. കാരണം ഓലക്കോല ഇഷ്ടത്തിനാണ്. കാരണം ബാപ്പ ചെറുപ്പം മുതൽ ഇഷ്ടം സാധിച്ചു കൊടുത്തു. കൊടുത്തോളീൻ, പൊയ്ക്കോളീൻ. അപ്പൊ അതുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് കൊടുത്ത നിർദ്ദേശതാണ്, ലാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. വമ്പിച്ച പാതകാണ്, വലിയ തെറ്റാണ്, ഗൗരവമുള്ള തെറ്റാണ് മോനെ, ഒരിക്കലും ചെയ്യരുത്. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഒരു ചിന്ത നിന്റെ കൽബിൽ ഉണ്ടാവണം, എന്റെ കൽബിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ രണ്ടാമത്തെ വിഷയം ഞാൻ അതും കൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൽ ഖബീർ. മോനെ,
യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയോളം, വളരെ ചെറുത്, അതാണ് നീ ചെയ്യുന്നതെങ്കിൽ, എവിടെ? പാറക്കുള്ളിലോ ആകാശത്തിന്റെ വിഹായസിൽ എവിടെങ്കിലുമോ വിസ്തൃതമായ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ എവിടെ ആയിക്കോട്ടെ നീ ചെയ്താലും അല്ലാഹ് അത് കൊണ്ടുവരിക തന്നെ ചെയ്യും മോനെ. അല്ലാഹു കാണാതെ, അല്ലാഹു അറിയാതെ ഒന്നും നിനക്ക് ചെയ്യാൻ സാധ്യമല്ലടാ മോനെ. എന്ത് ചെയ്താലും റബ്ബ് അറിയുന്നവനാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹ് ലതീഫാണ്, അവൻ ഖബീറാണ്. അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് അത്ഭുതം തോന്നുന്ന വർത്താനുണ്ട്. അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും കുട്ടികൾക്ക് എന്തിനാ അതൊക്കെ കുറച്ച് മെച്ചൂർ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ എന്നാ പറയാ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഹദീസ്, ഞാൻ അതിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം പറയാം. അതെന്താ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പിന്നിലിരുത്തി അള്ളാന്റെ റസൂൽ യാത്ര ചെയ്ത ഒരു സന്ദർഭം ഉണ്ടല്ലോ. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. നിർദ്ദേശമല്ല, അതൊരു വലിയ വസിയത്താണ്. ഒരു വസിയത്ത് എന്ന് പറഞ്ഞാൽ അതിന് ചുരുക്കണില്ല, അതൊരു വലിയ മോട്ടിവേഷൻ, അതൊരു വലിയ കോൺഫിഡന്റ് കൊടുക്കുന്ന വർത്താനാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ കണ്ടില്ല, ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത കാലായി. മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അതുപോലെ തന്നെയാണ് കൗൺസിൽ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ. എന്തിനാണ് ഇങ്ങനെ പരക്കം പായണത്? അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും വിശാലമായി എല്ലാ തർബിയത്തും തസ്കിയത്തും എല്ലാ തരത്തിലുള്ള മോട്ടിവേഷനും എല്ലാ തരത്തിലുള്ള ഭാഗങ്ങളും നമുക്ക് പകർന്നു നൽകിയിട്ട് അത് നോക്കാതെ എന്നൊരു കവിതയുണ്ട്. ഞങ്ങള് ദർശനമൊക്കെ അതിങ്ങനെ മലയാളീകരിച്ച് പാടും. മാലിത്തവളാച്ചി തരിമൂക്കില്ലി താമരപ്പൂ ബൽ ഉണ്ട് വണ്ടിന് മിൻ ബുഅദില്ലഹാ മണമോ. നല്ല താമരപ്പൂ വിരിഞ്ഞു നിൽക്കുകയാണ്, സുഗന്ധം അടിച്ചു വീശുന്നു, ചുറ്റുഭാഗത്തും സുഗന്ധം പരക്കുകയാണ്. അതിന്റെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമ്പോൾ ദൂരദിക്കിൽ നിന്ന് വണ്ടുകൾ പാഞ്ഞെടുക്കുകയാണ്. ആ താമരയുടെ ഉള്ളിലേക്ക് വന്ന് അതിന്റെ സുഗന്ധം, അതിന്റെ മധു ആസ്വദിക്കുകയാണ് വണ്ടുകൾ. പക്ഷേ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിന്റെ അടിയിൽ, അതിന്റെ ഇലയുടെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഇലയുടെ പുറത്ത് ഇരിക്കുന്നുണ്ടൊരു തവള. ആ തവളക്കത് ആസ്വദിക്കാനുള്ള തരിമോക്കില്ല. ഇതല്ലേ ഇന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ? ഇത്ര സുന്ദരമായ ഒരു താമരപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിന്നിട്ട് അതിന്റെ സുഗന്ധമില്ല. എന്നിട്ട് വേറെ സ്ഥലത്ത് നിന്ന് പല ആളുകൾ ഇങ്ങോട്ട് വരുന്നു, ഇത് മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു, അത്ഭുതം കൂറുന്നു. പക്ഷെ നമ്മൾ അന്തം വിട്ടു പോവുകയാണ്. അവിടെയാണ് കോൺഫിഡന്റ് വേണോ. ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും ശക്തമായി നിൽക്കാൻ, പതറാതെ തകരാതെ, ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിപ്പോകാതെ നിലനിൽക്കാൻ ആവശ്യമായ ഒരു നിർദ്ദേശം, ഒരു മോട്ടിവേഷൻ അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ. ചെറിയ UP തലത്തിലുള്ള കുട്ടികളൊക്കെയാണ് ലഹരിയും ആത്മഹത്യയും. അതിനേക്കാളൊക്കെ അത്ഭുതം എന്താ അറിയോ? പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഹൃദ്യസ്ഥമാക്കിയ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച കഥയും നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടു. എന്താ കാര്യം? അക്ഷരം മനപ്പാടാക്കിയതുകൊണ്ട് കാര്യമില്ല, അതിന് കൂലിയില്ല എന്നല്ലട്ടോ. അതിനേക്കാൾ ഉപരി ആ ഖുർആൻ പഠിക്കുമ്പോൾ ഓരോ ആയത്തുകളെയും ആശയത്തിലൂടെ കടന്നു പോകണം. അത് ഖൽബിൽ ഇങ്ങനെ തിളങ്ങും. ഖുർആനിന്റെ മോട്ടിവേഷൻ വല്ലാത്തതാണ്.
പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഇല്ലാത്തൊരു കാലായി പോയി. അവിടെയാണ് വാപ്പയും ഉമ്മയും കൊടുക്കേണ്ട കോൺഫിഡൻസ്. എന്താ? 10ാം ക്ലാസ് പാസ്സായില്ലെങ്കിൽ A+ കിട്ടിയില്ല, കുട്ടി വിഷാദയായി, വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു. ആ കുട്ടിക്ക് 10 കിട്ടി, മറ്റവൾക്ക് 8 കിട്ടി, ഇപ്പൊ 9 കിട്ടി, എനിക്ക് 4 കിട്ടിയുള്ളൂ, ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം, ഞാൻ അപമാനിതയായി, ആളുകളുടെ മുന്നിൽ ഞാൻ മോശമായി എന്ന തോന്നലുണ്ടാക്കി ആ കുട്ടി വിഷാദ രോഗത്തിലേക്ക് വീണുപോകുന്നു. ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ജയിക്കാത്തതിന്റെ പേരിൽ. അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഉമ്മ ഉപ്പയും. എന്താ കൊടുക്കണമെന്നറിയോ? നല്ല മോട്ടിവേഷൻ. എന്തിനെ കുറിച്ചാണെന്നറിയോ? അള്ളാഹിനെ കുറിച്ച്. അള്ളാഹിന്റെ റസൂൽ പറയാൻ, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്, മോനെ ഞാൻ നിനക്ക് ചില വചനങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. അതിങ്ങനെ വിശദീകരിക്കുകയാണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഴുവനും ഞാൻ ഓരോന്ന് വിശദീകരിക്കുകയല്ല. അതിന്റെ അവസാന ഭാഗത്ത് അള്ളാന്റെ റസൂൽ ഒരു ആശയം പറയുന്നുണ്ട്. അള്ളാന്റെ റസൂൽ പറയുന്നു, മോനെ അന്നൽ ഉമ്മത ഇദാ ഇജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. മോനെ, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് നിനക്കൊരു ഉപകാരം ചെയ്യാനാണ്, നിനക്കൊരു നന്മ ചെയ്തു തരാൻ വേണ്ടിയാണ്. എങ്കിൽ റബ്ബത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആർക്കും നിനക്ക് ആ ഉപകാരം ചെയ്തു തരാൻ കഴിയില്ലടാ. വല്ലാത്തൊരു വർത്താനാണ്. കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡെസ്പാകൂലേ? ഡെസ്പാകൂലേ? അല്ലേ? ഇല്ലല്ലോ. ഓ, ഞാൻ ഒച്ചപ്പാടുണ്ടാക്കുക ഉണ്ടാവൂല. എന്താ കാര്യം? അതിന്ന് എനിക്ക് കിട്ടാൻ എന്റെ റബ്ബ് തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞാനതിന് ടെൻഷൻ അടിക്കണം. പ്രഷറിന്റെ ഗുളികം കഴിച്ച് അടക്കം ഓരോ മുഅ്മിനീങ്ങള്. എന്താ ഓവർ ടെൻഷനാണ് അയാൾക്ക്. ഡോക്ടർ ചോദിച്ചു, എന്താ ടെൻഷൻ? ടെൻഷൻ ഓവർ ടെൻഷനാണ്. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുകയാണ്. ഇത് തൗഹീദ് കിട്ടാത്തതിന്റെ കുഴപ്പമാണത്. രോഗാതുരമായി വരുന്ന വേറെ വിഷയത്തെ കുറിച്ചല്ല കേട്ടോ ഞാൻ ചർച്ച ചെയ്യണത്. അനാവശ്യമായ ഓവർ ടെൻഷനുകൾ എന്തിന്? അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറിയ കുട്ടി റസൂലെ വിളിച്ച പേര് ഗുലാമെന്നാട്ടോ. യാ ഗുലാമെന്നാണ്. ചെറിയ കുട്ടീനെയാണ് വിളിക്കുന്നത്. വലിയ പോത്തുപോലെ വളർന്ന മനുഷ്യന്മാരെ കുറിച്ചൊന്നുമല്ല, വലിയ മനുഷ്യന്മാരല്ല, ചെറിയ കുട്ടിയാണ്. മോനെ, ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി വന്നാലും അല്ലാഹ് നിനക്കത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ ഉപകാരം അവർക്ക് ചെയ്യാൻ കഴിയില്ല. അടുത്തതോ വഇദാ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക. അത് വല്ലാത്തൊരു വർത്താനാണ്. ഈ ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നത് നിനക്കൊരു ഉപദ്രവം വരുത്താനാണ്, നിന്നെ പ്രയാസപ്പെടുത്താനാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതെങ്കിലും അല്ലാഹ് നിനക്കത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു ചുക്കും അവർക്ക് നിന്നെ ചെയ്യാൻ പറ്റൂലടാ. അങ്ങനെ ഉറച്ചിക്കൂലേ? ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യടാൻ. നിന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതാണോ? ഉണ്ടാകും. അത് ഞാൻ തടഞ്ഞാലും തടഞ്ഞില്ലെങ്കിലും ഉണ്ടാകും എനിക്ക്. എല്ലാ നിസ്കാരം കഴിഞ്ഞ് പറയുന്ന വാക്കെന്താ? കുറെ ദിക്റുകൾ ചൊല്ലൂലേ? അതിൽ പ്രധാനപ്പെട്ട വാക്കെന്താ? അല്ലാഹുമ്മ. പറയും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഇത് വെറും വാചികമായി പറഞ്ഞു പോകാനുള്ളതല്ല, അത് ഖൽബിയാവണം. ലിസാനും ഖൽബും തലബ്ബുസായി പറയേണ്ടതാണ്, ഖൽബിൽ ഇറക്കി പറയേണ്ടതാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. അല്ലാഹുവേ, നീ എനിക്കൊരു കാര്യം തന്നാൽ അത് തടയാൻ കെൽപ്പുള്ള ഒരാളുമില്ല. നീ എനിക്ക് തരാൻ തീരുമാനിച്ചൊരു വിഷയം തടയാൻ ഒരാൾക്കും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത. നീ എനിക്കൊരു കാര്യം തരണ്ടാന്ന് തീരുമാനിച്ചാൽ അത് തരാൻ പറ്റുന്നവൻ ഇല്ല. ഈ വാക്കിലൂടെയാണ് ഞാൻ കീറിയെറിയുകയാണ്
കേരളത്തിൽ പ്രസിദ്ധമായി മുസ്ലിയാക്കന്മാരിപ്പ താളമേളങ്ങളോടെ പുനരാനയിക്കുന്ന മുഹിയുദ്ദീൻ മാല കീറിയെറിയുകയാണ്. എന്താ അങ്ങനെ പറഞ്ഞു? ഇതിന് നേരെ വിരുദ്ധാണത്. അല്ല കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുക്കുമല്ലോ അല്ലേ? അല്ല കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ തീരുമാനം മാറ്റിക്കാൻ ആർക്ക് കഴിയും? മുഹീദ്ദീൻ ശൈഖിന് കഴിയും എന്ന് വിശ്വസിച്ചിരിക്കുന്നു. മഹാപാതകല്ലേ? ഇനി ചില ആളുകൾ കൊടുത്ത കഴിവ് എന്നാ പറയാ. എടോ ചങ്ങായി, ഒരു ആലോചിച്ചു, അള്ളാഹുവിന്റെ കഴിവ് അല്ല ഒരാൾക്ക് കൊടുക്കോ? കൊടുക്കോ? അള്ളാഹു അവന്റേതാണെന്ന് പറഞ്ഞൊരു കഴിവ് അതല്ല വേറൊരാൾക്ക് കൊടുക്കോ? പിന്നെ അവന്റേതാണെന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? മനസ്സിലായോ? ഇത് എന്റെ അടുത്ത് മാത്രമേ ഉള്ളതെന്ന് ഞാൻ പറയാം. ഇത് എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, ഈ സാധനം എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴാ പറയാം? വേറൊരാളടുത്ത് ഇല്ലാതിരിക്കണം. ഇനി ഇതുപോലത്തെ ഞാൻ അംസമാശിക്ക് വാങ്ങിച്ചു കൊടുത്തു, ഇതേ സാധനം അംസമാശിക്ക് മേടിച്ചു കൊടുത്തു. ഇനി എനിക്ക് പറയാൻ പറ്റുമോ ഇത് എന്റെ അടുത്ത് മാത്രമേ ഉള്ളതെന്ന്? പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ അംസമാശി പറയല്ല എന്റെ അടുത്തും ഉണ്ട് അത്. നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാ, ഞാൻ വാങ്ങിച്ചു തന്നല്ലേ എന്ന് പറയാം. അത് വാങ്ങിച്ചു തന്നാലും എന്റെ അടുത്ത് ഉണ്ടല്ലോ. ഈ ജാതി ഉടായിപ്പ് വർത്താനാണ് ഈ കൊടുത്ത കഴിവ്. മനസ്സിലായോ? ഇലാഹൈൻ ഇസ്നൈൻ, രണ്ടിലാഹുകളെ ഉണ്ടാക്കുന്ന വർത്തമാനം. അങ്ങനെ ഒരു കഴിവും അല്ലാഹു ഒരാൾക്കും കൊടുക്കൂല. മനസ്സിലായോ? അവിടെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിച്ചിട്ടുള്ള ഈ വാക്കിന് വിരുദ്ധമായി അല്ല കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു കുട്ടിയെ മൂപ്പര് പറഞ്ഞു കൊടുക്കണം. അല്ല പറഞ്ഞു അല്ല, ഞാന് അസരിൽ തീരുമാനിച്ചൊരു സംഗതിയാണ് എന്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൈസ ലഹാ വലദുൻ, ആ പെണ്ണിന് കുട്ടിയില്ല. അപ്പൊ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര ഉള്ള പ്രശ്നം. എന്നാ പ്രശ്നമൊന്നുമില്ല, എപ്പം പറഞ്ഞുതരാം. അവിടുന്ന് തലപ്പാവ് അങ്ങനെ അയച്ചിട്ട് ഒരൊറ്റ ഏറാകാശത്തേക്ക്. അങ്ങനെ തലപ്പാവിന്റെ ഒരു ഭാഗം പോയി ആ ലൗഹുൽ മഹ്ഫൂദിൽ. ഈ ആളുകളൊക്കെ വിചാരിച്ചെന്താ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതി വെച്ചതാണെന്ന. എന്ത് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതി വെച്ചതാ, തുണി കൊണ്ട് വായിക്കാൻ. അങ്ങനെ ഈ തുണി ആകാശത്തേക്ക് പോയി അതിന്റെ ഒരു തല കൊണ്ട് ലൈസ മായ്ച്ചു കളഞ്ഞു. ഇതൊന്നും പടച്ചോൻ അറിയണില്ല കേട്ടോ. എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഇനി ഒന്ന് വായിച്ചു നോക്കാണി. അപ്പൊ നേരത്തെ കണ്ട ലൈസ ഇല്ല, ഇപ്പൊ എന്താ ഉള്ളത്? ലഹാ വലതുൻ. അങ്ങനെ കൊടുത്തോളി, കൊടുക്കാലോ. ഇതല്ലേ യാ ഗൗസുൽ അഅ്ലം യാ ഗൗസുൽ അഅ്ലം എന്നല്ല വിളിച്ചോവർ. യാ ഗൗസുൽ അഅ്ലം എന്ന് അല്ലാഹ് എന്നെ വിളിച്ചു. ഏറ്റവും മഹത്തായ സഹായമേ. വല്ലാത്ത സഹായമാണ് കിട്ടിയത്. കാരണം ഈ കുട്ടിയെ കൊടുക്കാതെ കുടുങ്ങിക്കാണ് ഈ ചങ്ങ. ഇയാൾ പറയുകയും ചെയ്തിരിക്കണം കൊടുക്കണമെന്ന്. കൊടുക്കാതിരിക്കാനും പറ്റൂല. അപ്പോ അവസാനം എന്ത് ചെയ്തു? മൂപ്പരൊരു പോംവഴി ഉണ്ടാക്കിയതാണ്. അവിടുത്തെ തലപ്പാവ് കൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ അല്ല രേഖപ്പെടുത്തിയ ലൈസ മായ്ച്ചു കളഞ്ഞു. കണ്ടങ്ങള് 5 നേരം ദിനേനെ നമ്മുടെ നാട്ടിലെ സമസ്തയിലെ അതിൽ വിശ്വസിക്കുന്ന, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയും? കാരണം അവൻ 5 നേരവും നിസ്കാരം കഴിഞ്ഞ് പറയുന്നു അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ തടഞ്ഞത് കൊടുക്കാൻ പറ്റുന്നവനില്ല എന്നാണ്. ഇവിടെ കൊടുപ്പിക്കുന്നാണ് പറയുന്നത്. കൊടുപ്പിക്കുന്നാണ് ഞാൻ പറയുന്നത്. കൂട്ടത്തിൽ ഒരു മുഅ്തരിളായ ജുംല പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞു പോകാനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളുടെ ഖൽബിൽ, അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രന്റെ ഖൽബിൽ സന്നിവേശിപ്പിച്ചു കൊടുക്കുകയാണ് ഈ തൗഹീദ്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ നിർദ്ദേശമാണത്. അത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വാപ്പ എന്ന റോള് ഭംഗിയായി നിർവഹിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
ഉമ്മ എന്ന റോള് കൃത്യമായി ഉൾക്കൊണ്ടു എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ബാപ്പയും ഉമ്മയും ശക്തമായ തൗഹീദ് പ്രഖ്യാപിക്കുകയും അത് വീട്ടിൽ ശക്തമായി കൊണ്ടു നടക്കുകയും വേണം. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരൊറ്റ പോയിന്റ് കൂടി പറയാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദുകളുടെ ഈറ്റില്ലവും പൊറ്റില്ലവും എന്ന് നേരത്തെ ബാബാ സാഹിബ് പറഞ്ഞിരുന്നു. തിരുവരങ്ങാടിക്കാരോട് ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ. എന്തായാലും നിങ്ങൾ ഏതായാലും ഇളകൂലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിച്ചു നോക്കാണ്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിങ്ങളുടെ എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ ഫ്രണ്ടിലത്തെ ഡോർ ഇങ്ങനെ തുറന്ന് മുന്നോട്ട് വരുമ്പോ നിങ്ങളുടെ വാതിൽ അതിന്റെ പടിയുടെ അഥവാ നിങ്ങളുടെ ചവിട്ടുപടിയുടെ ആ ഭാഗത്ത് തിരുമുറ്റത്ത് നടുമുറ്റത്ത് ഒരു ഇല, ആ ഇലയിൽ കുറച്ച് തെറ്റിപ്പൂ അടക്കമുള്ള പൂക്കൾ ഇട്ടിട്ടുണ്ട്. നടുക്ക് ഒരു കോഴിമുട്ട, കുറെ സാധനങ്ങളൊക്കെ എഴുതിയും വരഞ്ഞും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ എന്റെ അമ്മേന്ന് പറ ഇങ്ങോട്ട് വീഴോ, അതല്ല ധൈര്യമായിട്ട് ആ മുട്ട എടുത്തോണ്ട് പോയി പുഴുങ്ങി തിന്നോ? പറയും. ചില ആളുകളൊക്കെ മനസ്സിലാക്കി. ഒരു മുയിലാര് പ്രസംഗിക്കണ ഞാൻ കേട്ട്, മുജാഹിദുകളാണെന്ന് പറയുന്ന ഒരു മുയിലാരാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മൊട്ടമ്മലൊക്കെ എഴുത്തിൽ ചില സന്ദേശങ്ങൾ ഉണ്ട് എന്നാണ്, ശൈത്താന് ചില സന്ദേശങ്ങൾ ഉണ്ട് എന്നാണ് പറയാ. മനസ്സിലായില്ലേ? ഞാൻ അതിന് പറയാ, ഒരു കാര്യവും മനസ്സിലാക്കിയിട്ടില്ലാത്ത മനുഷ്യനാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, മുജറബാത്തു ദൈറബി എന്നറിയപ്പെടുന്ന ദൈറബി എന്ന് പറയപ്പെടുന്ന പണ്ഡിതൻ എഴുതിയിട്ടുള്ള ഒരു അസ്മാഇന്റെ കിതാബാണ്. ഞാൻ തിരുവരങ്ങാടിയിലാണ് നിൽക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ള പ്രസ് എന്നാണല്ലോ ചെമ്മാട്, തിരുവരങ്ങാടി ആ ഭാഗത്തുള്ള പ്രസ് എന്നാണ് ഈ പരോപകാരം എന്ന് പറഞ്ഞ ഈ കൊച്ചെഴുത്തിന്റെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനത്തെ കുറെ സാധനങ്ങൾ, തൽസമാത്തിന്റെ പുസ്തകങ്ങളൊക്കെ കുറെ ഉണ്ട്. അതിലൊരു കിതാബാണ് ഈ മുജറബാത്തു ദൈറബി. അതിന് ഇജാസത്തുള്ള ആളാട്ടെ ഞാൻ, ഇപ്പോഴും ഉണ്ടട്ടാ. മനസ്സിലായോ? എന്റെ അർത്ഥം ചെയ്യുന്നല്ലട്ടാ. മുജറബാത്തു ദൈറബി എന്ന കിതാബ് അസ്മാഇന്റെ കിതാബാണ്. അതിൽ നമ്മൾ ചെയ്ത എല്ലാ പണിയും എന്ന് പറഞ്ഞാൽ മുട്ട എഴുതിയിട്ടുണ്ട്, തകിട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടർക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആടിന്റെ മുട്ടർക്കലല്ലട്ട, സിഹിർ ഒഴിവാക്കാന്നൊക്കെ പറയാം. ഇങ്ങനത്തെ കുറെ സംഗതികൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ആളുകളൊക്കെ എപ്പോഴും വിചാരിക്കണം അതിനകത്ത് എന്തോ ഉണ്ട് എന്നാണ്. എന്തോ ഇല്ലേ? ഉണ്ടാവൂല്ലേ? എന്തോ. അതാണ് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു തകിട് കുഴിച്ചെടുത്താല്, വീട്ടിൽ നിന്നൊരു കുഴിച്ചപ്പോ ഒരു കുപ്പി കിട്ടി, അതുപോലെ ഒരു തകിട് കിടക്കണേ. അപ്പം പറയും, നിങ്ങളൊന്ന് തുറന്നോ. അല്ല അതിപ്പോ നമ്മൾ തുറക്കണ്ട, അല്ല അതിനകത്തൊന്നുമില്ല, അല്ല ഒന്നും ഇല്ല, ഒന്നും ഇല്ലാന്നൊക്കെ അറിയാം. പക്ഷെ എന്നാല് നമ്മളെ അപ്പൊ എന്താണ്, എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? തൗഹീദ് അങ്ങോട്ട് പൂർത്തിയായിട്ടില്ല എന്നർത്ഥം. ഞാൻ പറയും, ഇതൊക്കെ ചെയ്തിരുന്ന പണിയുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് റസൂല പറഞ്ഞ ലൈസൂബി ചെയ്യുന്ന ഒരു വസ്തുവല്ല ഒറ്റുള്ളത്. ഇത് നേരിട്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ഇതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. നമ്മളിങ്ങനെ 4x4, 5x5, 6x6, 8x8 എന്ന് തുടങ്ങുന്ന തകിടുകൾ ഉണ്ടാക്കി അതിൽ എഴുതി, എന്നിട്ട് എഴുതിയത് അതിലേക്ക് സുഗന്ധം പൂശി 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഈ സാധനം ജീവനുള്ളതായി എന്ന് വിശ്വസിച്ചൊരു കാലുണ്ടായിരുന്നു. അതാണ് കൊടുക്ക. മനസ്സിലായോ? ഈ സംഗതി കാണുമ്പോഴേക്ക് ബേജാറായി പോകുന്ന ഒരു വിഭാഗമുണ്ട്, ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ബേജാറുണ്ടോന്ന്? ഉണ്ടോ? ഇടക്കാലത്ത് മുജാഹിദുകൾക്കൊക്കെ കുറച്ചൊരു പ്രശ്നം ഉണ്ട്. അതെ, ഈ ചങ്ങായി ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ വലിയ ആളായിരുന്നല്ലേ രാജ്യത്ത്. അപ്പോ ഇങ്ങനത്തെ കുറെ സംഗതികളുമായിട്ട് നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അത് കാണുമ്പോഴേക്ക് നമ്മൾ ബേജാറാകുന്നുണ്ട്. അതിനകത്തൊരു കുന്തമില്ല, ഒരു സംഗതിയില്ല. വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം മാത്രം.
അതിനകത്തുനിന്ന് യാതൊരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ ഒന്നും പേടിക്കേണ്ട. ഖുർആൻ പറഞ്ഞൊരു വാക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. നബി പറയുക, ഞങ്ങളെ ബാധിക്കുന്നതേ അല്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ല ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ രേഖപ്പെടുത്തിയതല്ലാതെ, ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ യജമാനനാണ്, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് വീഴണ്ട. അതെടുത്തോളിന്. ആരെങ്കിലും ഗിഫ്റ്റ് തന്ന മുട്ടയായിരിക്കും, ധൈര്യമായിട്ട് പൊളിച്ചടിച്ചെന്നോളി. ഇതല്ല കഴുകിയാ പോകുന്ന സാധനമാണ് അത്. കാരണം അതുമ്മേൽ എഴുതണ അങ്ങനത്തെ സാധനം കൊണ്ട് നാറിയ മഷി കൊണ്ടാ എഴുതുക. നമ്മളെ കാന്തപുരത്തിന്റെ മകൻ ഹക്കീം പറഞ്ഞു, എന്താണ് എന്തോ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിറ്റി ഈ പ്ലേറ്റുമ്മലൊക്കെ എഴുതുന്ന മഷിയെ കുറിച്ച് ഗവേഷണം നടത്താൻ പോവാണെന്നാ പറഞ്ഞു. അതിന് ഗവേഷണം ഒന്നും വേണ്ട. അരി കരിച്ച് നല്ല കരിച്ച് റെഡിയാക്കി വെച്ച് അതിനകത്തേക്ക് പനനീര് വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ സാധാരണ ചൂടുവെള്ളത്തിൽ വെള്ളം ഒഴിച്ച് ഒരു തുണി അവിടെ ഇട്ട് വെക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് മുളങ്കമ്പ് ചെത്തി കൂർപ്പിച്ച് പേനാക്കിയിട്ട് അത് മുക്കിയിട്ടാണ് ഇത് എഴുതുന്നത്. വലിയ സംഗതി ഒന്നും നോക്കാനില്ല. പിന്നെ ഇത് നാറിയുന്നത് നാറ്റം മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഈ പ്ലേറ്റ് എഴുതിയ കാലഘട്ടത്തിൽ അത് കലക്കി കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ ജീരക വെള്ളം കലക്കി ഉണ്ടാക്കി കുടിക്കണം എന്ന് പറയും. കാരണം ജീരക വെള്ളത്തിലാകുമ്പോൾ ഈ സ്മെല്ല് ആ സ്മെല്ലിനെ എന്ത് ചെയ്യും അതിജയിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നാറ്റം മനസ്സിലാകൂല. അതിനാണ് പനനീര് വെള്ളത്തിൽ കലക്കണമെന്നും ജീരക വെള്ളത്തിൽ കലക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര സംഭവം വിചാരിച്ചു പോയി. മുജാഹിദായപ്പോ, കാര്യം മനസ്സിലാക്കിയപ്പോ, പ്രമാണം മനസ്സിലാക്കിയപ്പോ നമ്മൾ മനസ്സിലാക്കിയില്ല അതൊന്നും ഒരു ശൈവം മതക്കൂറുമല്ല, അത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു തട്ടിപ്പ് മാത്രമാണ്. മുമ്പൊരു മൗലവി പറഞ്ഞൊരു വാക്കുണ്ട്, 99% തട്ടിപ്പും 1% വെട്ടിപ്പുമാണ്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉറപ്പിക്കണം. അല്ലാഹു കാര്യങ്ങൾ തീരുമാനിച്ച അത് രേഖപ്പെടുത്തിയ പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്, അതെഴുതിയ മഷി ഉണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ല തീരുമാനിച്ചതല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതുകൊണ്ട് എന്റെ റബ്ബിന്റെ മേൽ ഞാൻ തവക്കുലാക്കുകയാണ് എന്ന പ്രഖ്യാപനം ജീവിതത്തിൽ വാപ്പ കാത്തു സൂക്ഷിക്കണം, ഉമ്മ കാത്തു സൂക്ഷിക്കണം. അത് തങ്ങളുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ പകർന്നു കൊടുക്കണം. എങ്കിൽ ആ മക്കൾ കരുത്തുള്ള മുവഹിദായി വളർന്നു വരും. തൗഹീദുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറും. അങ്ങനെ റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ സ്വർഗത്തിൽ ആ കുടുംബം ഒന്നാകിത്തെത്താൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായും അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി, തൗഹീദ് മനസ്സിലാക്കി, അത് പഠിച്ച് പകർന്നു കൊടുത്ത് ഞാൻ മരിച്ചു പോയാലും എന്റെ പിന്മുറക്കാരനായി സക്കരിയ നബി പറഞ്ഞതുപോലെ എന്നെ അനന്തരമെടുക്കുന്ന സന്താനം നീ തൃപ്തിപ്പെടുന്ന സന്താനമായി നമ്മുടെ സന്താനങ്ങൾ മാറണം. അതിന് നമ്മൾ ശരിക്കും വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യാനുള്ള പ്രതിജ്ഞ പുതുക്കലാണ്, പ്രഖ്യാപനം നടത്തലാണ് ഈ ഫാമിലി മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എപ്പോഴും നൽകുന്ന നല്ല ഉപ്പയായി, നല്ല ഉമ്മയായി നമ്മൾ മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും അതിലൂടെ നമ്മുടെ മക്കളെ വളർത്താനും നാളെ റബ്ബിന്റെ അടുത്ത് സ്വർഗം ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന്റെ അടുത്തെത്തുമ്പോൾ കടമ നിർവഹിക്കാതെ എത്തി അള്ളാഹുവിന്റെ ശിക്ഷക്കർഹരാകുന്ന പാപ്പ ഉമ്മമാരിൽ, ദമ്പതിമാരിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. റബ്ബിന്റെ അടുത്ത് പൂർണ്ണമായും ഏറ്റെടുക്കപ്പെടുന്ന
സ്വീകരിക്കപ്പെടുന്ന കുടുംബമായി നമ്മളെ കുടുംബത്തെ അള്ളാഹു മാറ്റുമാറാവട്ടെ. പലസ്തീനിലെ മക്കൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകുന്നത് വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് സഹായം നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും അവരെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, KNM തിരൂരങ്ങാടി ശാഖ മുജാഹിദ് ഫാമിലി മീറ്റ് ഇവിടെ സമാപിക്കുകയാണ്. ചടങ്ങിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യായ MK ബാബ സാഹിബിന് KNM തിരൂരങ്ങാടി ശാഖയുടെ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച K ഹംസ മാസ്റ്റർക്കും കുടുംബ ബന്ധങ്ങളുടെ പവിത്രത എന്ന വിഷയത്തിൽ സംസാരിച്ച നബീന കുരിയിൽ